പ്രാർത്ഥനാമുറിയിൽ നമ്മുടെ സമയപ്രകാരം ചെലവഴിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് യേശു കർത്താവ് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉപമയിലൂടെ നൽകിത്തരുന്നത്. ശാന്തമായിട്ട് അല്പനിമിഷം ആ വചനം ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നു. ഇന്നത്തെ മോർണിംഗ് മന്ന സന്ദേശത്തിലൂടെ എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം മുതൽ. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്ക നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ഉണ്ടെങ്കിൽ അപകടമാ. ഏറ്റുപറയാനുള്ളൊരു സാവകാശം നമുക്ക് ദൈവം നൽകി തരിക. ഒരിക്കലും മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മളെ വിലയിരുത്തി ദൈവസന്നി പുകഴ്ച പറയുന്നൊരു പ്രവണത നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇവിടെ കർത്താവ് പറയുന്നത് കണ്ടോ, തങ്ങൾ നീതിമാന്മാരാണ് എന്ന് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലര്. അങ്ങനെ ധിക്കരിക്കുന്നൊരു മനോഭാവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ? നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറവറുണ്ട തുണി പോലെ ദൈവം മക്കളെ. സക്കായുടെ വീട്ടിലോട്ട് യേശു പോകുമ്പോൾ പാപിയായ മനുഷ്യനോടുകൂടെ പാർക്കാൻ പോകുന്നെന്ന് പറഞ്ഞ ആ ആൾക്കാരെ നോക്കി കർത്താവ് എന്താ പറഞ്ഞു? ഇവനും അബ്രഹാമിൻ്റെ മകനാകിയ ഈ വീടിന് രക്ഷ വന്നിരിക്കുക, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നതെന്നുള്ള പദം പറഞ്ഞ കർത്താവ് അതിനെ മറികടക്കാനിടയായി തീർന്നത്. ഇവിടെ പരീശൻ പറയുകയാ, ഞാൻ ആരാന്നറിയാവോ ദൈവമേ, ഞാൻ ഇങ്ങനെയുള്ള പാപപരിപാടികളൊന്നും ഏർപ്പെടുന്നില്ല. മാത്രമല്ല, നിൽക്കുന്ന പിടിച്ചുപറിക്കാരനായ ചുങ്കക്കാരനെ പോലെ ഞാനല്ല. ആ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള നികുതി കൊടുക്കണമായിരുന്നു. ആ നികുതി കൊടുത്തില്ലെങ്കിൽ പിടിച്ചു പറിച്ച് അവരുടെ കയ്യിൽ നിന്ന് നികുതി മേടിക്കാനുള്ള ഒരു അധികാരം ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ് ഈ ചുങ്കക്കാർക്ക് കൊടുത്തിരുന്നു. തന്നിമിത്തം ആൾക്കാർ വെറുക്കുന്ന ഒരു കൂട്ടരായിരുന്നു. ഭയങ്കരമായിട്ട് വെറുപ്പും വിദ്വേഷവും അവരോടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് അവരുടെ സ്വഭാവം ചേഞ്ച് ആയതും ആമേൻ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം വ്യത്യാസപ്പെട്ടതുമൊക്കെ ആമേൻ ചെയ്യാനിടയായി തീർന്നത്. ഇത് കണ്ട ഈ പരീശൻ ആമേൻ തന്നോട് തന്നെ പറയുകയാണ്, ഈ ചുങ്കക്കാരനെ പോലല്ല ഞാൻ. പിന്നെ ഞാൻ ആരാന്നറിയാവോ? ഞാൻ ആഴ്ച 2 ദിവസവും ഉപവസിക്കുന്നു, കിട്ടുന്നതിനകത്തെല്ലാം ദശാംശം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ച്. കേട്ടോ, സ്വയനീതി നമ്മുടെ ജീവിതത്തിൽ അപകടം വിളിച്ചു വരുത്തും. ഞാൻ എന്തോ ആണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ അപകടം വിളിച്ചു വരുത്തും. ദൈവസന്നി വന്നിട്ട് താഴാനുള്ള മനസ്സില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ അപകടം വിളിച്ചു വരുത്തും. മറ്റുള്ളവരെ നോക്കി നമ്മളെ തന്നെ വിലയിരുത്തി നമ്മളെന്തോ ആണെന്നുള്ളൊരു ഭാവം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപകടം വിളിച്ചു വരുത്തും. എന്നാൽ ആ ചുങ്കക്കാരനെ നിങ്ങൾ നോക്കിയേ, ആ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, ആ നിലവിളി അതുപോലെ അങ്ങ് സ്വർഗത്തിലെത്തി. കേട്ടോ, പാപിയായനോട് കരുണയുണ്ടാകണമേ. ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ വരുന്നത്, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ആ ദൈവം എപ്പോഴും വില കൽപ്പിക്കുന്നത്, ദൈവം ശ്രദ്ധിക്കുന്നത്. അടുത്ത വാക്യം ഇങ്ങനെ, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവനോ അങ്ങനെ അല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തും. ചുങ്കക്കാരനെ നിങ്ങൾ നോക്കിയേ, ദൈവമേ, ഹൃദയം പൊട്ടിയുള്ള ഒരു വിളിയാ, നിലവിട്ടുള്ളൊരു വിളിയാ, ദൈവമേ, പാപിയായ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് വീണ്ടും പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ല അത്. യേശു ഉള്ളിൽ വന്നാൽ പിന്നെ പാപം ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പാപത്തിൻ്റെ ടെൻഡൻസികൾ നമ്മളിലോട്ട് വരുത്തില്ല ദൈവമക്കളെ. അങ്ങനെ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നൊരു ദൈവപൈതലാണ് ഞാനും നീയുമെങ്കിൽ പാപ ടെൻഡൻസികൾ വരത്തില്ല. ജഡത്തിൽ നടക്കുന്നവരുടെ കാര്യമല്ല, പേരിന് വേണ്ടി കർത്താവിനെ വിളിക്കുന്നവരുടെ കാര്യമല്ല. ഹൃദയംഗമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ഓരോ ദിവസവും ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞേ. അവർക്ക് പാപം ചെയ്യാൻ പറ്റുകയില്ല. സ്തോത്രം. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഇന്ന് രാവിലെ ഈ ദൂതിൻ്റെ മുമ്പിൽ നമ്മളോട് തന്നെ ഒന്ന് നോക്ക്. മറ്റുള്ളവരെ വെച്ച് എന്നെ തന്നെ ഞാൻ വിലയിരുത്തിയിട്ടുണ്ടോ?
ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം എനിക്കുണ്ടായിട്ടുണ്ടോ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞു ദൈവമേ എന്ന് നിലവിളിച്ച് പാപിയായനോട് കരുണയുണ്ടാകണമേ. ഇത് തന്നെ ആ മുടിയൻപുത്രൻ്റെ വിഷയത്തിലും കാണുന്നത്. സ്വർഗത്തോടും നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ നീ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമെന്ന് ഞാൻ പറയും. പക്ഷെ അങ്ങനെ പറയേണ്ടി വന്നോ? ഇല്ല. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, സ്വർഗീയ പിതാവേ, വളരെ നിയോഗത്തോടെ ഞങ്ങൾക്ക് ഈ ദൈവസന്ദേശം ഞങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ഏറ്റെടുക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ അസാധാരണമായ ചലനങ്ങൾ ഉണ്ടാകട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.